വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞിരുന്നു മഹേന്ദ്ര മാക്സ് HD 2.0 സീരീസ് വാഹനങ്ങൾക്കകത്ത് ഇനി മുതലെല്ലാം AC വണ്ടികളാണ് വരുന്നത്. LX എന്ന് പറഞ്ഞ വേരിയന്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് ആ LX പറയും ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് മഹേന്ദ്ര ബൊലേറോ മാക്സ് HD 2.0 SX ബോഡിയുള്ള വണ്ടിയാണ് ഈ കാണുന്നത്. നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂവും കാര്യങ്ങളാണ് പറയുന്നത്. ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മൾ സ്ഥിരം എല്ലാ വണ്ടികളും ഓടിച്ച് നോക്കുന്നതാണ്. ഇതും ഓടിച്ച് നോക്കിയിട്ട് പറയണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ ഒരു പറയേണ്ട ആവശ്യം നമ്മൾ ഓൾറെഡി 210 1.7 എല്ലാം ഓടിച്ച് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഓടിക്കുന്നതിനകത്ത് വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വലുതായിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയാം. ഓൾറെഡി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഏകദേശം ഒരേ കൂട്ടൊക്കെ തന്നെ, ഫ്രണ്ട് ആണെങ്കിലും സൈഡ് ആണെങ്കിലും എല്ലാം ഒരേ കൂട്ടൊക്കെ തന്നെ. ചെറിയ ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാൻ തുടങ്ങാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ നമ്പർ കൊടുത്തിരിക്കുന്നത് ഈ വാഹനം വാങ്ങിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മഹേന്ദ്ര പിക്കപ്പുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനാണെങ്കിൽ നമ്മുടെ നമ്പർ കോൺടാക്ട് ചെയ്ത ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം. നിങ്ങൾക്കറിയാം മഹേന്ദ്ര ബൊലേറോ പിക്കപ്പുകളെല്ലാം തന്നെ മെറ്റൽ ബമ്പറിലാണ് വരുന്നത്. ഈ ഒരു വാഹനവും മെറ്റൽ ബമ്പർ തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഹെഡ് ലാമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ക്ലിയർ ലെൻസ് ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ് യൂണിറ്റാണ് വന്നിട്ടുള്ളത്. ഇതാ ഇവിടെ ആയിട്ടൊരു പാർക്ക് ലാമ്പ് കാണാൻ കഴിയുന്നുണ്ട്. ഈ സൈഡിലായിട്ട് കോർണറിംഗ് ലാമ്പ് അവൈലബിൾ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് SX സീരീസിൽ വരുന്ന വാഹനമായതുകൊണ്ടാണ് കോർണറിംഗ് ലാമ്പ് വരാത്ത. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്ററും കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് നമ്മൾ സെൻട്രൽ പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ മഹേന്ദ്രയുടെ ലോഗോ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഭാഗങ്ങളിലെല്ലാം പെയിന്റഡ് ഫിനിഷാണ് വന്നിട്ടുള്ളത്. ഇത് VXIയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പ്ലേറ്റഡ് ഫിനിഷ് വരും. എന്നാൽ ഈ പറഞ്ഞ SX എന്ന് പറയുന്ന വേരിയന്റിൽ പെയിന്റഡ് ഫിനിഷാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഫോഗ് ലാമ്പ് ആഡ് ചെയ്യാനുള്ള സ്ലോട്ട് നൽകിയിട്ടുണ്ട്. ഫോഗ് ലാമ്പോ കാര്യങ്ങളോ നൽകിയിട്ടുണ്ട്. നമ്മൾ ആക്സറീസ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിത് വണ്ടി വല്ല ബ്രേക്ക് ഡൗണോ ഇല്ലാവുകയാണെങ്കിൽ കെട്ടി വലിക്കാൻ വേണ്ടി ഒരു ഹൂക്ക് നൽകിയിട്ടുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. നമുക്ക് ഈ സൈഡിലേക്ക് വരാം. സൈഡ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാലോ 210 വരുമ്പോൾ ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് ടയറാണ്. ടയർ സൈസ് നമുക്ക് 700R16 വരുന്നത്. നോർമലി ബാക്കി HD സീരീസിലെ വാഹനങ്ങളിലെല്ലാം 700R15 വരുന്ന സ്ഥാനത്ത് ഈ ഒരു 210 വരുമ്പോഴേ നമുക്ക് 700R16 ടയർ സൈസ് വരുന്നത്. പിന്നീട് എടുത്ത് പറയേണ്ടത് ഈ വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന ക്ലാഡിംഗ് ആണ്. ഈ ഒരു ക്ലാഡിംഗ് വന്ന് ഫ്രണ്ട് ബമ്പറിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അത്യാവശ്യം വീലിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയ സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതാ ഇവിടെ ആയിട്ടൊരു ചേൺ ഇൻഡിക്കേറ്ററും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ബൊലേറോ മാക്സ് പിക്കപ്പ് എന്നുള്ള ബാഡ്ജിങ് കാണാം. ഇത് SX വാഹനമാണ്. SX എന്ന് പറയുന്നത് AC വാഹനമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ എക്സ്കൂൾ എന്നുള്ളതിന്റെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ORVM ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇത് നമ്മുടെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് 210 വണ്ടികളെല്ലാം തന്നെ നമുക്ക് 3 ക്രാഷ് ഗാർഡ്സ് അവൈലബിൾ ആണ്. ഒന്ന് ലെഫ്റ്റ് സൈഡിലും, ഒന്ന് റൈറ്റ് സൈഡിലും, ഒന്ന് ബാക്ക് സൈഡിലും, റിയർ സൈഡിലുമാണ് വരുന്നത്. അപ്പം ബാക്കിയുള്ള വണ്ടികളിലൊന്നും ഇത് അവൈലബിൾ അല്ല. ഇത് ഈ ഒരു 210 മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നീട് നമ്മൾ ഇതൊരു ലോഡ് ക്യാരിങ് വെഹിക്കിളാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ലീഫ് സ്പ്രിംഗ് സസ്പെൻഷനാണ് വരുന്നത്. ഫ്രണ്ടിൽ 7 ലീഫുകളും ബാക്കിൽ 10 ലീഫുകളാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. പിന്നീട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ബാക്കി കാര്യങ്ങളൊന്നും എടുത്ത് പറയേണ്ടതില്ല. നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി ഇത് ലോഡ് ക്യാരിങ് വെഹിക്കിൾ. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു ലോഡ് ക്യാരിങ് ഏരിയ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 അടി നീളം, 5.9 അടി വീതി, 2.1 അടി പൊക്കം. ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിൽ ഒരു ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ചേസിന് താഴോട്ടാണ് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് 2 എണ്ണമാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് യൂണിറ്റ് നോക്കുമ്പോൾ ഫുള്ളി ഹാലജൻ ആണ് വരുന്നത്. LED ടെയിൽ ലാമ്പോ കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. ഇത്രയാണ് ബാക്ക് സൈഡിലെ മെയിനായിട്ട് എടുത്തുകൊണ്ട് കയറുക. പിന്നെ അതുപോലെ തന്നെ എല്ലാ വണ്ടിയിലും കാണുന്ന പോലെ മഹേന്ദ്ര എന്നുള്ളൊരു ബാഡ്ജിങ് ഈ ഒരു ബാക്ക് ഡോറിലും കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇനി ഒന്ന് തുറന്നു നോക്കാം. തുറന്നതിനകത്തെ ഏരിയ സ്പേസ് കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഉൾവശം വരുന്നത്. ഓൾറെഡി മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടന്നതായിരുന്നു. അതുകൊണ്ട് വണ്ടിക്ക് അത് അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തെ പോർഷൻ. നമ്മൾ മാക്സിമം സ്പീഡപ്പ് ആയിട്ടാണ് പറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്യാം. നമുക്കിപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് ഇത് ഓൾറെഡി ഇതിപ്പോൾ ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് ബോഡി അടിക്കുന്ന ടൈമിൽ കൊണ്ടുപോയി മുറുക്കിയാൽ മതി ഈ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി അടിക്കുമ്പോഴേ സീറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്റ്റിഫാവും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയാണോ അപ്പുറം ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. ഫ്യൂവൽ ടാങ്കിൻ്റെ ഓപ്പണിംഗ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. 60 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് ഡെഫ് കാര്യങ്ങളൊന്നും വേണ്ട. അതായത് എക്സോസ്റ്റ് ഫ്ലൂയിഡ് കാര്യങ്ങളൊന്നും വേണ്ട. ലീനോക്സ് സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് ഡീസൽ മാത്രം ഫില്ല് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ വേറെ ഫ്രൂട്ട്സോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ബാക്കിൽ ഡ്രം ബ്രേക്കുകൾ, ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. അതുപോലെ തന്നെ അത് LSPV ബ്രേക്കിംഗ് സിസ്റ്റമാണ് നൽകിയിട്ടുള്ളത്. ബാക്കിൽ ഒരു സ്പ്രിങ്ങിയാണ്. ഈ സ്പ്രിങ്ങിൻ്റെ കോൺട്രാക്ഷനും എക്സ്പാൻഷനും വെച്ചിട്ടാണ് എത്രത്തോളം ലോഡ് ഈ ഒരു ബാക്കിലത്തെ ലോഡ് ബോഡിക്കകത്ത് ഉണ്ടെന്നുള്ള കാര്യം വണ്ടി മനസ്സിലാക്കുന്നത്. നമ്മൾ പ്ലേറ്റ് അടിക്കുന്ന സമയത്ത് അതൊന്നും നോക്കിയിടിച്ചാണ്. ഈ സ്പ്രിങ് വലിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമെന്ന് പറയുന്നത്
വാഹനം വിചാരിക്കും വണ്ടിക്കകത്ത് ലോഡ് കുറവാണ്, അപ്പോൾ അതനുസരിച്ചുള്ള ഫോഴ്സ് മാത്രമേ ബാക്ക് വീലിന് ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ കൊടുക്കത്തുള്ളൂ. തിരിച്ച് ഈ സ്പ്രിങ് ഇങ്ങനെ കംപ്രസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ വണ്ടിക്കകത്ത് കൂടുതൽ ലോഡിനകത്തുണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതൽ ബ്രേക്കിംഗ് ബാക്ക് വരണമെന്ന്. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും ബ്രേക്കിങ്ങിന്റെ ഇഷ്യൂസ് വരാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സൈഡിലെ കാര്യങ്ങൾ. ഈ സൈഡിലായിട്ട് നമുക്കൊരു ഫ്ലാഷ് കാർഡ് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇതാ ഇവിടെയായിട്ട് HD 2.0 L എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാൻ കഴിയുന്നുണ്ട്. സാധാരണ ഐമാക്സ് ഉള്ള വണ്ടികളിലൂടെ ഐമാക്സ് ആണ് വരുന്നത്. ഇന്നത്തെ ഐമാക്സ് ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടാണ് HD 2.0 L എന്നുള്ള ബാഡ്ജിങ് സൈഡിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ മൊത്തം നീളം വരുന്നത് 5392 mm, അതുപോലെ മൊത്തം വീതി വരുന്നത് 1800 mm, ഹൈറ്റ് 1950 mm ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കയറിയിട്ട് ഇതിനകത്തെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് പറയാം. ഇതൊരു SX വേരിയന്റ് വാഹനമാണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ഇല്ല. നമുക്ക് ഈ ഒരു സീറ്റ് റിക്ലൈൻ ചെയ്യാനും അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്യാനും മാത്രമേ കഴിയത്തുള്ളൂ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നീട് 210 ആണ്. 210 ബേസ് വേരിയന്റ് തൊട്ട് തന്നെ നമുക്ക് ഫാൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ AC സ്വിച്ചും ഡിഫോഗറിന്റെ സ്വിച്ചും ഫാനിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബും അതുപോലെ തന്നെ തണുപ്പും ചൂടും, അതായത് നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബുമാണ് നൽകിയിട്ടുള്ളത്. ഇത് മാത്രമാണ് ഇതിനകത്ത് 210 LX എന്നുള്ള ഒരു വേരിയന്റ് ഈ ഒരു പോർഷന് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഇവിടെ പണ്ട് LX വരുമ്പോൾ ഇവിടെ ഒരു നോബ് മാത്രമേ ഉള്ളൂ, അതായത് ഫാനിന്റെ ഒരു നോബ് മാത്രമേ ഉള്ളൂ, അതായത് ഫാനിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ് മാത്രം. ഇന്നിപ്പോൾ ഇവിടെ 2 നോബുകളാണ് വന്നിട്ടുള്ളത്, ഒന്ന് ഫാനിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ്, മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ്. പിന്നീട് സെൻട്രലായിട്ട് AC സ്വിച്ച് ഡിഫോഗറിന്റെ സ്വിച്ച് കൂടെ വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ വേണമെന്നൊരു ടച്ച് സ്ക്രീൻ മ്യൂസിക് ആഡ് ചെയ്യാം. നമുക്ക് ഇൻബിൽഡ് ആയിട്ട് വരുന്നില്ല, നമുക്ക് ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ ആയിട്ട് ഹസാർഡിന്റെ സ്വിച്ച് വന്നിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഇതാ ഇവിടെ ഒരു 12 വോൾട്ടിന്റെ സോക്കറ്റ് നൽകിയിട്ടുണ്ട്, നമുക്ക് ഫോൺ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ വേണ്ടിയിട്ട്. ഇവിടെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് നൽകിയിട്ടുണ്ട്. വണ്ടി വല്ല കുറേ നാൾ ഓഫ് ചെയ്ത് വല്ല ഇടുക നമുക്ക് ഇത് കട്ട് ഓഫ് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു പോക്കറ്റ് നൽകിയിട്ടുണ്ട്, അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ കിട്ടും. ഏതാണ്ട് ഇവിടെ ആയിട്ട് ഫോൺ ഹോൾഡർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പേസ് നൽകിയിട്ടുണ്ട്. പിന്നെ ലോക്കബിൾ ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് നൽകിയിട്ടുള്ളത്. D+2 ആണ് സ്റ്റിയറിംഗ് കോൺഫിഗറേഷൻ വരുന്നത്. ഡ്രൈവർക്കും കൂടെ 2 പേർക്ക് യാത്ര ചെയ്യാം. ഡ്രൈവർക്കും കോ ഡ്രൈവർക്ക് ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്, അതുപോലെ IRVM. ഇതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല, ഓടുന്ന സമയത്ത് നല്ല കുലുക്കുമായിരിക്കും, അതുകൊണ്ട് ബാക്ക് സൈഡ് ഒന്നും കാണാൻ കഴിയത്തില്ല. പിന്നെ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്റർ കൺട്രോൾ ആണ് നൽകിയിട്ടുള്ളത്, ഫുള്ളി ഡിജിറ്റൽ ആണ്. അതുപോലെ തന്നെ ഡോർ റൈറ്റ് സൈഡിൽ ഡോർ ഓപ്പൺ ആകുന്നുണ്ട്, അതിന്റെ ഇൻഡിക്കേഷൻ കാര്യങ്ങളെല്ലാം കാണിക്കും. ബാക്കി റെഡ് ഓറഞ്ച് മയത്തിലാണ് ഫുള്ളി ഈ ഒരു മീറ്റർ കൺട്രോൾ വന്നിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഇതിനകത്തെ കാര്യങ്ങൾ. അതുപോലെ ഇനി ഒരു മാറ്റ്, പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്ന ഒരു മാറ്റാണ്. AC വണ്ടികളിൽ ഈ ടൈപ്പ് മാറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ പൊടി തൂത്ത് വൃത്തിയാക്കാനും വളരെ പാടാണ്, വാക്വം ക്ലീനറൊക്കെ യൂസ് ചെയ്തായിരിക്കും വൃത്തിയാക്കാൻ എളുപ്പം വരുന്നുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ തൂത്ത് ഇത് തട്ടിക്കളയാൻ നോക്കിയിട്ട് ഇച്ചിരി പാടായിരുന്നു, പോയില്ല. നോർമലായിട്ടുള്ള ഡോർ പാടാണ് വന്നിട്ടുള്ളത്, എടുത്ത് പറയേണ്ട ഒന്നുമില്ല. നോർമൽ സാധാ ഒരു വണ്ടിക്കകത്ത് വരുന്ന ഡോർ പാടാണ്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും. നമുക്ക് ഇതിന്റെ എഞ്ചിനും കൂടെ ഒന്ന് നോക്കാം. പിന്നെ എഞ്ചിനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 2.5 ലിറ്റർ ടെർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. എല്ലാ ബൊലേറോ പിക്കപ്പുകളിലും ഈ ഒരു എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ഈ HD സീരീസ് വരുമ്പോൾ ഇതിന്റെ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ 80 bhp പവർ, അല്ല മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ 220 ടോർക്കും 80 bhp ആണ് പവർ വരുന്നത്. അപ്പം ഇതേ രീതിയിലുള്ള എഞ്ചിൻ തന്നെയാണ് എല്ലാ വണ്ടിയിലും വരുന്ന, മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പവറും ടോർക്കും 60 HD തമ്മിലുള്ള വ്യത്യാസം വരും. പിന്നീട് വീൽ ബേസ്, ഈ ഒരു വാഹനത്തിന്റെ വീൽ ബേസ് 3290 mm ആണ്. HD സീരീസിന്റെ എല്ലാ വാഹനങ്ങളിലും വീൽ ബേസ് സെയിം തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ മെയിൻ ആയിട്ട് വരുന്ന പ്രത്യേകത. ഇതിപ്പോ SX എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് വാഹനമാണ് ഇറക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ LX ആയിട്ട് വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇതിന്റെ ഡോറിന് സൈഡിൽ ഒരു ഗ്രാഫിക്സും അതുപോലെ തന്നെ AC വരുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്ന മാറ്റങ്ങൾ. ഈ ഒരു മാറ്റങ്ങളുടെ പുറത്ത് നമുക്ക് ഏകദേശം വണ്ടി വിലക്കകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ് വണ്ടി വിലക്കകത്ത് വരുന്ന വ്യത്യാസം. നേരത്തെ LXന് 11,600 എക്സ്ഷോറൂം എങ്കിൽ ഇതിന് 11,16 എക്സ്ഷോറൂം വില വരുന്നുണ്ട്. പിന്നെ ചേസിന് 10,70 ആയിരുന്നു 210ന്റെ ചേസ് LXന്റെ വില വന്നിരുന്നെങ്കിൽ ഇതിന് 10,80 വരുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മളിത് ഓടിച്ച് നോക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് റൗണ്ട് വീഡിയോ ചെയ്താണ്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇതിന്റെ ബാക്കിലത്തെ ഗ്ലാസ് സ്ലൈഡിംഗ് ഗ്ലാസ് ആണ്, നമുക്ക് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ആണ് ബാക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.